ഹായ് ഓൾ, വെൽക്കം ടു ഡ്രീം ഗാർഡൻ. ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാഹിന, സ്ഥലം വയനാടാണ്. നമ്മൾ DTDCയും പ്രൊഫഷണലും കൊറിയർ സർവീസ് വഴിയാണ് നമ്മുടെ പ്ലാൻസ് എല്ലാം സെയിൽ ചെയ്യുന്നത്. പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടികൾ കണ്ടിട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ഓർക്കിഡ് റോസും അതോടൊപ്പം തന്നെ കുറച്ച് വെറൈറ്റി റോസസുമാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് സെയിലിന് റെഡി ആയിട്ടുള്ളതും ഇതെല്ലാമാണ്. ഈ ഓർക്കിഡ് റോസസ് എപ്പോഴും കൊല കുത്തിയാണ് ഫ്ലവർ തരുന്നത്. ഓർക്കിഡ് പ്ലാന്റുകൾ വളരുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെയും വളർച്ച. അതുകൊണ്ടാണ് ഇതിന് ഓർക്കിഡ് റോസ് എന്ന് പേര് പറയുന്നത്. ഒരുപാട് ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത്. ഫ്ലവേഴ്സിൻ്റെ വലുപ്പം കൂടിയിട്ട് ഒരുപാട് നിലത്തോട്ട് തൂങ്ങിയ അവസ്ഥയിൽ വളരാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സ്റ്റെമ്മ് കുത്തി പിടിപ്പിച്ച് അതിൽ വേണം പ്ലാന്റിനെ വളർത്താനായിട്ട്. പിന്നെ ഇതിന് ആവശ്യത്തിലധികം സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. പിന്നെ വളങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വളം ചെയ്യുമ്പോൾ 2 വീക്സിലൊരിക്കൽ DAP പോലത്തെ വളങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ, കൃത്യമായ പരിചരണം കൊടുത്താൽ മാത്രമേ എപ്പോഴും ഇതുപോലുള്ള ഫ്ലവേഴ്സ് തരുള്ളൂ. അതേപോലെ ഫംഗിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ നമ്മൾ കൃത്യസമയങ്ങളിൽ അതിൻ്റെ ചെടീൻ്റെ ആവശ്യാനുസരണം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ഈ അയച്ചു തരുന്ന പ്ലാന്റ് അങ്ങനെ കൊണ്ടുപോയി വെയിലത്ത് വെക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിനെ നിങ്ങൾ ആദ്യം കയ്യിൽ കിട്ടിയാൽ ഉടനെ നിങ്ങൾ ആ ടെമ്പറേച്ചറുമായിട്ടൊന്ന് ചേർന്നിണങ്ങാൻ വേണ്ടി ഒരു കൂളിംഗ് ഉള്ള ഒരു ഏരിയയിൽ വെള്ളം തെളിച്ച് മാത്രം വെച്ച് വെക്കുക. ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം നിങ്ങളത് പോട്ട് ചെയ്യുക. പോട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു 10 to 20 ഡേയ്സ് വരെ നല്ലൊരു കൂളിംഗ് ഉള്ള ഒരു ഏരിയയിൽ മാത്രം വെക്കുക. വീണ്ടും അതിനെ വേറൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് കിട്ടുന്ന പോലുള്ള ഏരിയയിലിട്ട് വേണം വെക്കാനായിട്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് നല്ലൊരു വെയിലുള്ള ഏരിയയിലോട്ട് മാറ്റി വയ്ക്കാൻ പാടുള്ളൂ. ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴുള്ളൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. പ്ലാന്റ് എപ്പോഴും ഹെൽത്തി ആയിട്ടും പ്ലാന്റിന് മറ്റ് കേടുപാടുകളൊന്നും പറ്റാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏത് പ്ലാന്റ്സും ഈ ഒരു രീതിയിൽ പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കേടുപാടുകളൊന്നും സംഭവിക്കാതെ നമുക്ക് നല്ല ഹെൽത്തി ആയ പ്ലാന്റായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളങ്ങൾ നമ്മളെപ്പോഴും ആഡ് ചെയ്യാതെ വേണം പോട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യമേ നടുന്ന ചെടികളിൽ അപ്പോഴേ വളങ്ങളൊന്നും ആഡ് ചെയ്യാതെ നടുക. ഓരോന്നിൻ്റെ പോട്ടി മിക്സ് മനസ്സിലാക്കി ആ ഒരു പോട്ടി മിക്സിൽ മാത്രം നടുക. വളങ്ങളൊന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക. ഈ 20 ഡേയ്സിന് ശേഷം മാത്രം വളങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. റോസിനെ പറ്റി എല്ലാവർക്കും ഒരഭിപ്രായമുണ്ട്. ഞാൻ നഴ്സറികളിൽ നിന്ന് സ്ഥിരമായി റോസാ ചെടികൾ വാങ്ങാറുണ്ട്. പക്ഷേ വാങ്ങുന്ന സമയത്ത് മാത്രമേ പൂക്കൾ ഉണ്ടാവാറുള്ളൂ, പിന്നീട് പൂക്കളില്ല. ഇതെല്ലാവരും എപ്പോഴും പറയുന്നൊരു കംപ്ലൈൻറ്റാണ്. പൂക്കൾ ഉണ്ടാവാത്തതിൻ്റെ കാരണം അതിൻ്റെ മെയിൻ്റെനൻസ് തന്നെയാണ്. നമ്മൾ എപ്പോഴെങ്കിലും കുറച്ച് വളം ഇട്ട് കൊടുക്കും, അതിൽ കാര്യമല്ല. ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മളിപ്പോൾ കിച്ചൺ വേസ്റ്റാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു കൃത്യത കൊടുക്കുക. അത് ഇത്ര ഇടവേളകളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ല നമ്മൾ രാസവളങ്ങളാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ DAP പോലത്തെ വളങ്ങളൊക്കെ കൃത്യമായ അളവിൽ 2 ആഴ്ച ഇടവിട്ട് വേണം കൊടുക്കാനായിട്ട്. ചൂടാണ്, വാട്ടറിങ് ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഓർക്കിഡ് റോസും സാധാ റോസും മിനിയേച്ചർ ടൈപ്പും എല്ലാം ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സുകളും ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എല്ലാത്തിൻ്റെ റേറ്റും ഞാൻ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ചിലരൊക്കെ ചില കംപ്ലയിൻസ് ആയിട്ട് പറയാറുണ്ട്, റോസാ ചെടികളിൽ ഒരു കറുത്ത കുത്തുപോലെ ഇലകളിലും പൂമുട്ട് വരുന്നതിനും എല്ലാം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ഉണ്ടാവാറുണ്ടെന്ന്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഫംഗൽ ഇൻഫെക്ഷനായിട്ട് അതിന് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫംഗിസൈഡ് അതിനു വേണ്ടി യൂസ് ചെയ്യാം. ഫംഗിസൈഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫംഗിസൈഡ്സ് എന്തെങ്കിലും വേണം ഉപയോഗിക്കാനായിട്ട്. കെമിക്കൽ ഫംഗിസൈഡ്സ് പെസ്റ്റിസൈഡ്സും എപ്പോഴും നമ്മൾ പ്ലാന്റിനെ ഹെൽത്തി ആക്കി വെക്കണമെന്നില്ല. അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്ലാന്റ് നശിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ വേപ്പ് ഓയിൽ പോലത്തെ ഫംഗിസൈഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിന് ഇപ്പോൾ വേപ്പ് ഓയിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു
2 ml 1 ലിറ്റർ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസസിൽ അത് നമുക്ക് കുറഞ്ഞു കിട്ടും. പ്ലാന്റ് ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. അതേപോലെ ഇപ്പോൾ നമ്മൾ കിച്ചൺ വേസ്റ്റൊക്കെയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ അളവുകൾ വയ്ക്കുക. ഈ അരളിപ്പൂവും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളതാണ്. അരളി ഒരുപാട് പേർക്ക് അറിയാവുന്ന പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള അരളീൻ്റെ തൈകൾ ഇപ്പോൾ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ്. ഒരു തൈക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് അരളിക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടികളെക്കുറിച്ചോ അതിൻ്റെ പരിചരണങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഡയറക്റ്റ് എന്നോട് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇപ്പോൾ എല്ലാവരും പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നവരായിരിക്കണമെന്നില്ല, പർച്ചേസ് ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഡൗട്ട്സായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള റോസസ് എങ്ങനെ ഹെൽത്തി ആയിട്ട് വെക്കാം എന്നുള്ളത് നമ്മളോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം. അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ടും ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ജറബറേൻ്റെ പല കളേഴ്സിലുള്ള തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഓരോ തൈക്കും 80 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വൈറ്റൊക്കെ വളരെ കുറവാണ്, 1-2 തൈകളേ ഉള്ളൂ. അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും സെയില് നമ്മൾ ചെയ്യുന്നത് വരുന്ന തിങ്കളാഴ്ചയായിരിക്കും. അതായത് മെയ്യിൽ വരുന്ന ഫസ്റ്റ് മൺഡേ ആയിരിക്കും നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട്, അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരാം. ബായ്.